നാടകം തുടർന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാരുടെ അഭ്യർത്ഥന. ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാവരും കല്ലുകൾ തറയിൽ നിന്ന് നീക്കം ചെയ്തണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു. കൊച്ചുകുട്ടികളുടെ മറ്റൊരു അഭ്യർത്ഥന. സ്റ്റേജിന് മുന്നിൽ വന്നിരുന്ന് കപ്പലണ്ടി, ഐസ്ക്രീം, വടകുഴി എന്നിവ ആരംഭിക്കട്ടെ. നേത്രാവതി ഇത്രയും മതി. കണ്ടില്ലല്ലോ. ഇത് രാവിലെ ഇവിടുന്ന് പോയതാ. വരാതിരുന്നു. മോളെ, നിന്റെ അച്ഛൻ രാവിലെ ഇവിടുന്ന് പോയതാ. ഇതുവരെ തിരിച്ചു വന്നില്ല. ഇതെങ്കിലും പാട്ടിലോറി കയറി ചതഞ്ഞ് ചമ്മന്തി പരുവമായി അസ്ഥികൾ നുറങ്ങി നുറങ്ങി അച്ഛന്റെ ശവം. ഹായ്, ഇത് രസമായി. കഴിഞ്ഞ വർഷം വാങ്ങിയ 2 കലണ്ടറിൽ ഒന്നല്ലേ നമ്മൾ എടുത്തുള്ളൂ. മറ്റേതുപോലെ ഈ വർഷത്തേക്ക് മോളെ, ഈ കലണ്ടർ എടുത്ത് അത്തേക്ക് വിളിച്ചത് ഞാനിന്ന് അമ്പലത്തിൽ പോയിരുന്നു. നമ്മുടെ ഉണ്ണിമേനോന് വേണ്ടി പുഷ്പാഞ്ജലി അർപ്പിക്കാൻ. പിന്നെ ഒരു വിശേഷമുണ്ട്. ഈ കുടുംബത്തിൽ ഒരാൾ കൂടി വരാൻ പോകുന്നു. എന്റെ അമ്മ വന്നാ പിന്നെ പോകില്ല. അത് ആരും വരുന്നത് പോലെ തോന്നി. അതൊരു തിരുതായിരുന്നു. പാതിരാത്രി ഉറങ്ങിക്കിടന്ന് നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? തിരിച്ചു പോയപ്പോൾ ചവിട്ടിയത് നിങ്ങൾ ഈ പറഞ്ഞത് മഞ്ഞക്കള്ളം, പച്ചക്കള്ളം. എന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എനിക്ക് വൃത്തികെട്ട മറ്റൊരു മുഖം കൂടിയുണ്ട്. നിങ്ങൾ ചിരിക്കുമ്പോഴാ മനുഷ്യൻ കൂടുതൽ വൃത്തികേട്. അതിനെ നിന്റെ മകൻ കാരണം എനിക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യ. ഒരു ജോലി കൂടി ഇല്ലാത്ത നിന്റെ മകനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ജോലി കൂലി അന്തരിച്ചു പോകാറുണ്ടോ? നീ ഒന്നും പറയണ്ട. ഈ മുഖത്ത് നോക്കി അവൻ വളർന്നു പോയില്ലേ? മുഖത്ത് നോക്കി രണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത നീ പിന്നെ ഞാനിന്റെ വേദനയില്ല കണ്ടിട്ടുള്ളത്. നിന്നെ ഞാൻ എന്റെ മകളായിട്ടാണ് കണ്ടിട്ടുള്ളത്. എനിക്കത് പോയ ഭാര്യയാടി നിന്റെ അമ്മ. പൂച്ചോ കമ്പിയാണ് അവിടെ ചാടിയിരിക്കണ. എടുത്താ ആരുടെയാണോ നോക്കാം. ഈശ്വര, ഞാനിതെങ്ങനെ വായിക്കും? അയ്യോ.
വായിച്ചിരിക്കുന്നത്? ആരാകത്താണ്? ഞാനെങ്ങനെയാ? നീ എന്നെ വായിച്ചോ? എഴുത്തച്ഛൻ്റെതോ? ആ അച്ഛൻ്റെ കത്താണെങ്കിൽ അച്ഛൻ വായിച്ചോളൂ. നീ അടുത്ത് വന്നേ. നിന്നെ ഞാൻ എന്റെ വേലക്കാരിയായി തന്നെ കണ്ടിരിക്കുന്നത്. നിന്നെ ഞാൻ എന്റെ മകളായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്റെ സ്വന്തം നന്ദിനി, നീ അകത്ത് പോ. ആ, ഞാനൊരു കാര്യം പറയാൻ നടന്നു. എന്താ കാര്യം? അതല്ലേ പറഞ്ഞത് പറഞ്ഞു പോയത്. കൊത്തി കീറിക്കളയുന്നത് എല്ലാം ഞാൻ നിർത്തി വച്ചിരിക്കുകയായിരുന്നു. ഇറങ്ങി വരാൻ ഞാനാണ് എനിക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട്. എവിടെ നിങ്ങളുടെ മകൻ? വിളിക്കോനെ. എനിക്ക് ചില കണക്കുകൾ ചോദിക്കാനുണ്ട്. നീ എത്രയായി പോയിക്കോട്ടെ. അയ്യോ പട്ടിയുടെ കുടൽ 12 കൊല്ലം വല്ലിട്ടാലും അത് നക്കിയേ കുടിക്കൂ. ഒന്നേ നിൽക്കവിടെ. നീ എന്റെ മകളെ പറ്റിച്ചു. എന്റെ മകൻ എന്ത് പറഞ്ഞാണ് നിന്റെ മകളെ പറ്റിച്ചത്? രാജുവിനും രാധയിലും മായാവിനും കുട്ടൂസം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് എന്റെ മകളെ പറഞ്ഞു പറ്റിച്ചു. കിട്ടാനുള്ളത് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താ നീ സുഖമാണോ? എങ്കിലും ഞാനത് വിളിക്കൂ. ഇങ്ങനെയാണോ ആളുകൾ വിളിക്കുന്നത്? നന്ദിയില്ല. അടുത്ത് വന്നേ. നിന്നെ ഞാനെന്റെ വേലക്കാരിയായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. നിന്നെ ഞാനെന്റെ എന്റെ മകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്റെ ഗോപുരന്റെ മകളെ നീ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? എന്നേക്കാൾ കൂടുതലായി ഒരു യോഗ്യതയും അവർക്കില്ലാത്തതുകൊണ്ട്. എനിക്കറിയാമോ ഈ തറവാടിനെ കുറിച്ച്? വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാടിന്റെ നിങ്ങൾ എന്താ മനുഷ്യ ഇത് പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞ കാര്യം തന്നെ പരസ്പര ബന്ധം. കൊള്ളാം. അച്ഛനെ തെറ്റുപറ്റുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട അമ്മതന്നെങ്കിലും അമ്മയുടെ അച്ഛൻ ഞാനിപ്പോ ഈ മുടിയനായ പുത്രൻ ഇന്ന് ഈ വീട് വിട്ടിറങ്ങിയാണ്. പക്ഷേ വലിയൊരു ഉദ്യോഗസ്ഥനായി ഞാൻ ഉടനെ തിരിച്ചു വരും. എന്റെ വികല കെട്ടാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? നിനക്ക് മുക്കാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഏതാണ്? SI ആണ്. SI എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ. പോകാൻ വരട്ടെ. എന്റെ പെങ്ങളെ പറഞ്ഞ് പറ്റിച്ചവനാണ് നീ. ഈ നാട് വിടുന്നതിന് മുമ്പ് എനിക്ക് അതിന്റെ നഷ്ടപരിഹാരം കിട്ടണം. വേണ്ടത് കിട്ടിയാലേ ഞാനിവിടുന്ന് പോകൂ. ഞാൻ പോകുന്നു. എന്റെ അച്ഛൻ നൽകിയ വാക്ക് നിറവേറ്റാൻ കഴിയാതെയാണ് ഈ മകൻ തിരിച്ചു വരുന്നതെങ്കിൽ എന്റെ അച്ഛന്റെ പല പൊട്ടിത്തെറിച്ച് എന്റെ കല പോയില്ലല്ലോ. ഇത്തവണ തീർച്ചയായിട്ടും നിന്നെ ഞാനൊരു വേലക്കാരിയായിട്ടല്ല കാണുന്നത്. നിന്നെ ഞാനെന്റെ മകളായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നീ എന്താ ആർക്കാർക്ക് വേണ്ടി ഓർക്കാനിക്കുന്നത്? ഞാനല്ലോ ഓർക്കാനിച്ചത്. പിന്നെ എന്റെ വീട്ടിൽ സുരേഷേട്ടന്റെ പൈസ കൊണ്ട് വാങ്ങി തന്ന പൊറോട്ടയും മുട്ടക്കറിയുമാണല്ലേ? സുരേഷിന്റെയിലും വാ മനുഷ്യൻ, നമുക്ക് അകത്തേക്ക് പോവാം. ശരിയാ,
Volete grandi? Ti metto. ചന്ദ്രി, നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛനും അമ്മയും ബാത്റൂമിൽ അടിയും വഴക്കും ബഹളമാണെന്നൊക്കെ? എന്നിട്ടിപ്പോ നിന്റെ അച്ഛനും അമ്മയെ നോക്കി പ്രണയാത്രമായി പാടുന്നത് കേട്ടില്ലേ? അത് അച്ഛൻ അമ്മയെ നോക്കി പ്രണയാർത്ഥമായി പാടുന്നതല്ല. പിന്നെ അച്ഛന്റെ തലകിട്ട് അമ്മ ചിറകടിച്ചത് അച്ഛൻ അക്ഷരം മാറ്റി അമ്മയെ തെറി വിളിക്കുന്നതാണ്. നമ്മുടെ വിവാഹത്തിന് നിന്റെ അച്ഛൻ സമ്മതമാണല്ലോ അല്ലേ? സമ്മതമാണ് പോലെ സമ്മതം. കാരണം നീ ഒരു സപ്ലൈ ഇൻസ്പെക്ടറെ ആയതുകൊണ്ട് മാത്രം. അച്ഛാ, അതന്നെയല്ല പറയേണ്ടത്. പിന്നെ സബ് ഇൻസ്പെക്ടറും എന്റെ കുടുംബത്തെ പറ്റി ഞാൻ എതിരൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ മൂത്ത സഹോദരി കിട്ടിയിരിക്കുന്നത് ഒരു നമ്പൂതിരി പാടാ. നമ്പൂതിരി പാടോ? പാടോന്നറിയില്ല, നന്നായി വായിക്കും. എന്താ ഭാഗവതം. ഭാഗ്യം. ഏതായാലും നിങ്ങളുടെ കല്യാണം ഈ മാസം 30-ാം തീയതി തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചു. വന്നിരിക്കുന്നത് നോക്കൂ, ഒരു വലിയ ഉദ്യോഗസ്ഥനായി മടങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ധൂർത്തപുത്രനോട് എന്താണ് മത്സരം? എത്ര വൃത്തികെട്ടവരായാലും അവൻ എന്റെ മോനല്ലേ. കാക്കയ്ക്കും തന്നിന് പൊങ്കുന്ന വഴി. ഞാൻ ഇവിടെ പോകുമ്പോൾ അച്ഛന് വാക്ക് കൊടുത്തിരുന്നു, എന്റെ അളിയനെക്കാളും വലിയ ഉദ്യോഗസ്ഥനായി ഞാൻ തിരിച്ചെത്തുന്നു. എന്നിട്ട് ഈ നിൽക്കുന്ന എന്റെ അളിയനും അളിയന്റെ മേലുദ്യോഗസ്ഥന്മാർക്കും എന്റെ അനുവാദമില്ലാതൊന്നും അനങ്ങാൻ പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോക്കെ. ആണ് മോനെ. ശരിയാണ് അമ്മേ. അമ്മയുടെ ഈ മകൻ പറയാതെ എനിക്കോ എന്റെ മേലുദ്യോഗസ്ഥർക്കോ തലയൊന്നും അനക്കാൻ പോലും പറ്റില്ല. അമ്മയുടെ ഈ പുനര മകന് എന്താണ് ജോലി എന്ന് അറിയണ്ടേ? പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോലീസുകാരെ മുടിവെട്ടുന്ന ഈ മാസം 30-ാം തീയതി എന്റെ മകളുടെ, അതായത് നിന്റെ പെങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അന്ന് വന്ന് കണ്ടിട്ടുള്ള പൊളിക്കാൻ 12 കൊട്ടേഷൻ തിരക്കിയാണോടാ? പിന്നെ കൊന്നിട്ടാണെങ്കിലും കല്യാണം 30-ാം തീയതി നടത്തും. സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ ഒന്നിക്കാൻ സമ്മതിക്കാത്ത ഇവരെ പോലെ